ഇപ്പോൾ ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ദുബായിലെ നിയമം മാത്രം നോക്കിയാൽ പോരാ. ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഇന്ത്യക്കാരനെ സംബന്ധിച്ച് അവൻ 2 കാറ്റഗറിയിലുള്ള ആളായിരിക്കും. ഒന്നെങ്കിൽ അവനൊരു ഇന്ത്യൻ റെസിഡൻറ്റ് സ്റ്റാറ്റസിലുള്ള ആളായിരിക്കും, അതല്ലെങ്കിൽ അവൻ NRI ആയിരിക്കും. 182 ദിവസത്തിന് പുറത്ത് ഇന്ത്യക്ക് പുറത്ത് നടക്കുന്ന ആരും എന്താണ് NRI ആണ്. അവനെ സംബന്ധിച്ച് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും ബാധകമല്ല. NRIസിനെ സംബന്ധിച്ച് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും ബാധകമല്ല. അത് പറയാം. റെസിഡന്റിനായിട്ടുള്ള ആളുകൾ, അതായത് ഇന്ത്യൻ റെസിഡന്റ് ആയുള്ള ആളുകൾ, അത് ദുബായിലായിക്കോട്ടെ, ഇപ്പൊ ദുബായ് മാത്രമല്ല കേട്ടോ മലയാളികൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്ഥലം, യെസ്. പക്ഷെ UK ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളെല്ലാം NRIs ആയിരിക്കും. റെസിഡന്റ് സ്റ്റാറ്റസ് ഉള്ള ആളുകൾക്ക് അവിടെ പ്രോപ്പർട്ടി മേടിക്കാനായിട്ട് പറ്റില്ല. സോ ഫ്രീ ഹോൾഡ് ആയിട്ട് പ്രോപ്പർട്ടീസ് മേടിക്കുന്ന സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ട സ്ഥലം ഇപ്പോൾ തായ്ലൻഡിൽ ഫ്രീ ഹോൾഡ് തുടങ്ങിയിട്ട് അതും ഒരുപാട് ആളുകൾ പോയി വാങ്ങിക്കുന്നുണ്ട്. ഇന്തോനേഷ്യ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഇന്തോനേഷ്യ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. സൗദി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് 2026 പകുതി ആകുമ്പോഴേക്കും സൗദി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് രാജ്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് പ്രധാനപ്പെട്ട അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഇന്ത്യയിലെ നിയമങ്ങളെ പറ്റി അറിഞ്ഞിരിക്കണം.